ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കണാണ്. ആരൊക്കെ വരുന്നേ? അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷെഫ് മോൻ വന്നതിന്റെയും സർപ്രൈസ് കൊടുത്തതിന്റെ ഒക്കെ വീഡിയോകളായിരുന്നല്ലോ. ആ വീഡിയോകളൊക്കെ ഷെഫ് മോൻ വരുന്നതിന്റെ തലേ ദിവസത്തെയും വന്ന ദിവസത്തെയും അതിന്റെ അടുത്ത ദിവസത്തെയും വീഡിയോകളായിരുന്നു കേട്ടോ. ഇന്നിപ്പോ ഷെഫ് മോൻ വന്നിട്ട് ഇന്നക്ക് 13 ദിവസമായിട്ടോ. അതിന്റെ ഇടയ്ക്ക് നല്ല നല്ല ദിവസങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ കഴിഞ്ഞു. പക്ഷെ അന്നൊന്നും ഞാൻ വ്ലോഗ് എടുത്തില്ല, കാരണം ഈ എടുത്ത് വെച്ച വ്ലോഗുകളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇവിടെ ഷെഫ് മോനും ഇല്ല, യാമിക്കുട്ടി ഇല്ല, ഇക്കില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഷെഫ് മോൻ എങ്ങോട്ടോ പോകാൻ പുറപ്പെട്ടപ്പോഴും കരഞ്ഞ് പിന്നാലെ ഓടിയിരിക്കണം. അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഷെഫ് മോൻ ഇന്നലെ കണ്ണൂർക്ക് പോയി കേട്ടോ. ഞങ്ങളോട് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞതാണ് കേട്ടോ. കുറെ ദൂരം ഉള്ളതല്ലേ, അപ്പൊ അത്ര ദൂരം ഒന്ന് യാത്ര ചെയ്ത് പിന്നെ പോയി അവിടെ നിന്ന് പോയാൽ പിന്നെ സംസാരിച്ചിരിക്കണമല്ല, ഭക്ഷണം കഴിക്കില്ല, അത് കഴിഞ്ഞേക്ക് പിന്നെ ഇങ്ങോട്ടും മടങ്ങണം. അപ്പൊ ഇപ്പൊ ഞാൻ ഇല്ലാണ്ട് ഞങ്ങളൊന്നും പോയില്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഓൻ പോയി വരുമ്പോ നിറയെ പലഹാരങ്ങളായിട്ടാട്ടോ വന്നത്. ഒലുവിന്റെ അങ്ങനെയാണല്ലോ. നോക്കടി കാക്കു എന്തൊക്കെ കൊണ്ടുവന്നിക്കണ കേക്ക്. ഓല് പിന്നെ ഒരു പലഹാരത്തിന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ കമന്റിൽ ഇങ്ങനെ കാണട്ടോ, ഓല് പലഹാരം കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണ്ടെന്ന് ആദ്യമേ പറയണം, അങ്ങനെ വിലക്കണം, അല്ലാതെ ഓലെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ. പലഹാരങ്ങൾ ഓല് കൊണ്ടുവരും എന്നുള്ളൊരു ചടങ്ങുണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് വേണ്ടാന്ന് പറയുന്നുള്ള ചടങ്ങ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സത്യത്തിലൊരു ഇടങ്ങാറ് തന്നെ. ഞാൻ ഓലോട് പറയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ സുഖമായിരുന്നു കഴിക്കുക, നിങ്ങൾ പോലും ബുദ്ധിമുട്ടി ഉണ്ടാക്കുക, ഒന്നും ഉണ്ടാക്കി കൊടുത്തയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൽക്ക് അതൊരു ബുദ്ധിമുട്ടല്ല, ഞങ്ങൾ സന്തോഷത്തോടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓല് കുറെ പലഹാരങ്ങൾ കൊടുത്തയച്ചു. അപ്പൊ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയായിരുന്നു, ഇന്നലെ കണ്ണൂർ പുതിയാപ്പിള പോയിട്ട് കുറെ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. ഞങ്ങൾക്കും കൊടുത്തയക്കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ പറയാം, കൊടുത്തയക്കാനൊന്നുമില്ല, അതുപോലെ പുതിയാപ്പിളക്ക് പോവുക ഇന്ന് പൊരിച്ച് കഴിക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടല്ലോ, ഇത് പക്ഷെ ഇന്ന് തന്നെ ചൂടാക്കി കഴിക്കണം, കാരണം കേടൊന്നും പോവില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ കുഞ്ഞിപ്പത്തിരി ഉണ്ട്, വരും ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പട്ടാമ്പിന്ന് എല്ലാരും ഇങ്ങോട്ട് ചായ കുടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നൊരു കണ്ണൂർ സൽക്കാരാണ് ഓൾക്ക് കൊടുക്കാൻ പോകുന്നത്. അത് റെനയുടെ അമ്മ ചെറിയ തീയിലിട്ട് ചൂടാക്കാനാ പറഞ്ഞിരിക്കണത്. അപ്പൊ 2 പാത്രത്തിലാക്കിയിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ പൊരിക്കും ചെയ്യണം. ഇത് കണ്ടോ, കുഞ്ഞു ഉണ്ണിയപ്പം. അപ്പൊ ഞാൻ റെനയുടെ അമ്മനോട് ചോദിക്കുന്നു, ഈ ഉണ്ണിയപ്പം ചെറിയ ഉണ്ണിയപ്പാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്, ചെറിയ പാത്രമാണോ? ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കണതാണ് അത്ര. വീഡിയോയിൽ കാണുമ്പോ അത്ര കുഞ്ഞതായി തോന്നുന്നില്ലല്ലേ. ഓല് ഇതിന് കാരപ്പെന്നാണ് അത്ര പറയണത്. പിന്നെ ഇതിൽ ഈ 2 അപ്പങ്ങളുണ്ട് കേട്ടോ. എന്താ കായ്പോളെ അങ്ങനെ എന്തൊക്കെയോ പറയില്ല, അതാണ് തോന്നുന്നുണ്ട് കേട്ടോ. കമന്റിൽ പറഞ്ഞിട്ട് അറിയുവാണ് കേട്ടോ. ഓരോരുത്തർ പറയാറുണ്ട് കുംസാണ്, കായ്പോളയാണ് എന്നൊക്കെ. അവന്മാരൊക്കെ നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാം. അതെന്താ കാക്കുന്റെ കുപ്പായ? കാക്കൂനി അനിയത്തിനെയും കാണണം എന്നുള്ള ആഗ്രഹങ്ങളെ കളികൾ കാണാൻ അവരെ കുറെ കളികൾ കഴിഞ്ഞിട്ട്. അപ്പോഴൊക്കെ വീഡിയോ എടുക്കണം എന്ന് പൂതിയാ. അപ്പൊ വന്നിട്ട് 13 ദിവസമായില്ല എന്നൊക്കെ. പക്ഷെ 13 ദിവസം കഴിഞ്ഞു മോനെ. ഞാൻ പറയായിരുന്നു കണ്ണൂർക്ക് പോയിട്ട് ഇഷ്ടം പോലെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിക്കണെന്ന്. ഓനെ കാണുമ്പോ എല്ലാരും പറയേ, മെലിഞ്ഞിക്കണല്ലോ എന്നൊക്കെ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ദുബായിന്ന് വരുമ്പോ തടിക്കണല്ലോ. ഓനൊക്കെ ദുബായിന്ന് വരും, അവിടുന്ന് വരുമ്പോ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയി തടി കുറച്ചിട്ട്. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയുള്ള തടി കുറക്കണം എന്നാണ് നോക്ക്. പക്ഷെ നമ്മളെ പഴയ ആൾക്കാർക്ക് ആണെങ്കിൽ ദുബായിന്ന് വരുമ്പോഴൊക്കെ തടിച്ച് കാണുമ്പോഴാണ്. ചില ദുബായിക്കാരാണെങ്കിൽ നല്ല വയറ് കാണും. ബട്ടൺസ് കൊള്ളരുത്. എല്ലാരും കഴിഞ്ഞ പൂരത്തിന് വന്നു പോയതാണല്ലേ. കഴിഞ്ഞ പൂരത്തിന് വന്നു പോയതാട്ടോ. എല്ലാരും പറയുമ്പോൾ കൊറേ ഇങ്ങോട്ട് വന്നിട്ട്. ചൂടാക്കേണ്ടവരൊക്കെ ഏകദേശം ചൂടാക്കി. ആരൊക്കെ വരുന്നേ? യാമി ഇന്ന് എല്ലാരും വരുന്നതിന്റെ പൊലിവിലാണല്ലേ യാമി. ബൈ. ഞാൻ ഇക്കാനെ ഷോപ്പിൽ നിന്ന് വേഗം വിളിച്ചെടുത്തിട്ടോ. എപ്പോഴും വിരുന്നേരൊക്കെ വരുമ്പോ ഇക്കണ്ടാവും. അപ്പൊ ഇക്കല്ലെങ്കിൽ ഒരു സ്വീരക്കേടാ, അങ്ങനെ ശീലായിപ്പോ. ആപ്പിൾ മേടിക്കാൻ പോയതാ വിരുന്നേർക്ക്. ഓക്കെ, താങ്ക് യു. ഇതെന്താ ചായ? പുറത്തുനിന്നല്ല ചായ നമ്മളിവിടെ ഉണ്ടാക്കണേ. ഉമ്മച്ചിക്ക് എല്ലാവരും ചിക്കനോ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പലഹാരങ്ങൾ. ഉമ്മച്ചിക്ക് അതൊന്നും പറ്റൂലല്ലോ. ഉമ്മച്ചിക്ക് ഞാനൊരു പഴം പുഴുങ്ങാൻ വെക്കട്ടെ. ഇനി ഒന്നും വേണ്ട, എല്ലാതും ഉണ്ട് പെടട്ടാ. ഞാൻ പറയുന്നത് ഇക്കാനെ ഞാൻ വിളിച്ചു വരുത്തിക്കാണ്. ഇക്കാന്റെ ബന്ധു വീട്ടുകാരൊക്കെ വരില്ല. അപ്പൊ ഇക്കല്ലേ ഇവിടെ വേണ്ടത്.
ഇന്നിപ്പോ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളെ ബന്ധു വീട്ടിൽ നിന്ന് പലഹാരം കിട്ടിയിരിക്കണം. അപ്പൊ അതെ, അപ്പൊ ഞങ്ങളെ ബന്ധുക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ല ഇക്കാടെ ബന്ധുക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു തിരുമറി. അവിടുന്ന് ആ ബന്ധുക്കാരവിടുന്ന് ഇങ്ങോട്ട്, ഈ ബന്ധുക്കാരവിടുന്ന് അങ്ങോട്ട്, ചെറിയ തിരുമറിയാണല്ലേ, തിരുമറി വിരുന്നാണ്. ഓക്കെ, മമ്മ നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ കേട്ടോ. അമ്മിക്കുട്ടി നാരങ്ങ പീച്ചാനുണ്ടോ? അതാ എല്ലാരും വരുന്നുണ്ട്. 6:30 മണിയായിട്ടോ. നാളെ സ്കൂളിലെ ദിവസമാണ്, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. കുട്ടികളൊക്കെ സ്കൂളിൽ തന്നെ 5 മണിക്ക് പുറപ്പെടാറുന്നതാ. അങ്ങനെ വരുമ്പോ ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഈ വിരുന്ന് കൂടുക എന്ന് പറയുന്നത് പിരിയണതാണ് ഭയങ്കര സങ്കടം. അതാലോചിക്കുമ്പോ വിരുന്ന് കൂടാൻ തന്നെ തോന്നില്ല. ആ ഒരു വിരുന്നാണ് ഇന്ന് നടക്കാൻ പോണത്. ഇന്ന് തന്നെ പോണ വിരുന്നാണ്. കുട്ടികൾക്ക് സ്കൂളിലെ കാരണം ഒരു കാരണവശാലും നിൽക്കാനും പറ്റൂല. ഇരുന്നേരം വരിക അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറപ്പെട്ട ഞങ്ങൾ നേരത്തെ കൂടെ എല്ലാം കഴിക്കും. ഓൾക്ക് 6 മണിക്ക് ഓട്ടോ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു കടി തന്നെ ദിവസം ഉണ്ടാക്കണമെന്നുള്ള പണി. അപ്പോഴാ പക്ഷെ ഇതാ കട്ടിയുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ വേറെ ചെറിയ ഉണ്ണിപ്പച്ചട്ടി എത്ര കട്ടില്ലേ നമ്മുടെ യൂട്യൂബേഴ്സ് നമ്മുടെ ലക്ഷണം ചിരിക്കുന്ന ഒരു അതാണ്. ഞാനാണ് ശരിക്കുള്ള വ്ളോഗർ. ജിമ്മിന്റെ ആവശ്യം വേണ്ട, ജിമ്മിന് പോയിട്ടാ എന്താ സുലേഖ ചെമ്പട്ടിയൊക്കെ തുറന്നു നോക്കണേ. അതിൽ ആകെ ലേശം ചെമ്മീൻ ബിരിയാണി ഉള്ളു. പലഹാരങ്ങൾ പൊരിക്കലും ഉണ്ടാക്കലൊക്കെ തിരക്കാണ് കേട്ടോ. എന്റെ സയാനും വേണം. കണ്ണൂർക്കാരെ അതൊന്ന് പൊരിച്ചിട്ട് പാത്രത്തിലാക്കാൻ വളരെ ഭാരപ്പെട്ട ഒരു ജോലി ഞാൻ ചെയ്യാൻ പോകണം. ഞാൻ എല്ലാവരും കൊണ്ടാക്കുന്ന ജോലി തന്നോളൂ. നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ഹാളന്റെ ബെസ്റ്റ് പ്ലെയറിലുണ്ടല്ലോ. എല്ലാരും കൂടെ മെനക്കെട്ടുണ്ടാക്കിയാൽ നമുക്ക് നിങ്ങൾക്കല്ല ഞമ്മക്ക് എമ്മ പ്രത്യേകം പറഞ്ഞു കണ്ണൂർക്കൊന്ന് പോകണം. ഒക്കെ നല്ല കൈപ്പുണ്യുള്ള പെണ്ണുങ്ങൾ ഉണ്ടാക്കിയത് തോന്നുന്നു. നല്ല ടേസ്റ്റ്. അങ്ങനെ ഒന്ന് കൊളർക്കാത്തൊരു വിരുന്ന് കൂടുതൽ. ഷെഫ്മോൻ ഒന്ന് കണ്ണൂർക്ക് പോയി, അതാണ് ഇപ്പൊ വിരുന്നിന്റെ നല്ല രസമുണ്ടായിരുന്നു. സ്നാക്സുകളും ഒക്കെ കഴിക്കാൻ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ മേലക്കാക്കി ഞങ്ങൾ തള്ളാരൊക്കെ ഇവിടെ കൂടാൻ പോവാണ്. സമയം രാത്രി 8 മണിയായിട്ടോ. നാളെ സ്കൂളിലെ കാരണം തന്നെ പോകുമ്പോൾ അന്നേരം കൊണ്ട് വേഗം വർത്തമാനം പറഞ്ഞ് തീർക്കട്ടെ. പറയാതെ വന്നിട്ടോ. ആര് മൂത്താപ്പ മൂത്തമ്മല്ലേ? കണ്ണൂർ പലഹാരം തിന്നാനിതാ റഫീഖും കൂടി യോഗം കിട്ടിയോളൂ. എന്തായാലും ഇനി 10 അല്ലേ താത്താനോളി.
സുലൂനാണെങ്കിൽ ഇന്ന് ജിമ്മിക്ക് പോയിട്ട് എന്തോ ഇന്നും മന ചെടുക്കുവന്ന് നബിലോട്ടിക്ക് പേടിയിൽ ഉഴിഞ്ഞിട്ട് ജിമ്മിക്ക് പോയിട്ട് എന്തോ കനപ്പെട്ടത് എടുത്തിട്ടേ പെടൽ വിളിക്കുക. ഫോണില്ലാന്നല്ല ചർച്ചയുണ്ടോ? ഇപ്പോഴാണ് അതിന്റെ വില മനസ്സിലായി. കണ്ണൂരിന് കണ്ടുപിടിച്ചതിന്റെ വില. പിന്നെ ഈ ജാസ്മിന്റെ പരിപാടി കേട്ടോ. ഡേറ്റ് തന്നെ പറഞ്ഞു സുലു പോയി, താത്തി റഫ്കാക്കും പോയി. റഫ്കാക്കും താത്തി അങ്ങനെ വിചാരിക്കാതെ വന്നുല്ലേ. സാധനം അങ്ങോട്ട് കൊടുത്തു വിടാൻ വേണ്ടി ഓള് പോയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ പോയിട്ടേ ഞാൻ പോവുള്ളൂ കാരണം സുലു രാവിലെ പ്രിയാപാലയുടെ ഫോട്ടോ ഒക്കെ അതൊക്കെ ഓക്കെ ഓക്കെ ബൈ ബൈ. അങ്ങനെ വിരുന്ന് ഏജ് അവിടെ ആകുമ്പോ എനിക്ക് ഇവിടെ വിരുന്ന് കൂടുതൽ ഭയങ്കര ഇടങ്ങാറായിരുന്നില്ലേ. സമാധാനമല്ലേ. പ്രതീക്ഷിക്കാതൊക്കെയാണ് ഓരോരോ വിരുന്നുകൾ വന്നത്. അങ്ങനെയൊക്കെ ഓരോ വിരുന്നുകൾ വന്നത്. അങ്ങനെ വിരുന്നുകാരൊക്കെ പോയാൽ പിന്നെ ഒരു ഇടങ്ങാറാ. യാമിക്കുട്ടി എന്തായാലും ആദ്യമേ പറഞ്ഞതുകൊണ്ട് ആ ടെൻഷനില്ല. അല്ലെങ്കിൽ ഒരു ചീറി കറിയാക്കാര്. അതിന്റെ ഇടയ്ക്ക് റിഫ്കാക്കും തത്തി അതും വന്നു. മുത്തച്ഛനും മുത്തച്ഛട്ടോ അതിന്റെ ഇടയിൽ വന്നത്. അപ്പൊ ശരി, ഇനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.